അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പെൻസിൽവേനിയയിൽ ഒരു ഇലക്ഷൻ പ്രചരണത്തിന്റെ റാലിയിൽ പൊതുവേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ പെട്ടെന്ന് വെടിയുതിർക്കാൻ ശ്രമം നടന്നു. ലോകം മുഴുവനും ഒരു വലിയ ഭീതി, ആഘാതം ഇത് കാരണമുണ്ടായി. ഒരു ഫോർമർ പ്രസിഡന്റിന് തന്നെ സംരക്ഷണമില്ലാത്ത അവസ്ഥയാണോ അമേരിക്കയിൽ ഇപ്പോൾ ഉള്ളത്? അമേരിക്കയുടെ സീക്രട്ട് സർവീസസ് എല്ലാം എന്താണ് ചെയ്യുന്നത്? ഇതിന് നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് ഒരുപാട് ചോദ്യം ഉയരാൻ തുടങ്ങി. അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസി ശരിയല്ല. അവിടെ ഉണ്ടായിരുന്ന കാണികളിൽ ചിലർ ഈ ഷൂട്ടറെ നേരത്തെ കണ്ടു, അതനുസരിച്ച് നേരത്തെ ഒരു വാർണിംഗ് കൊടുത്തിരുന്നു. പക്ഷെ ഇന്റലിജൻസ് ഏജൻസി പ്രതികരിക്കുന്നതിനുണ്ടായ ചില കാലതാമസം കാരണം ഇങ്ങനൊരു വലിയ കൊലപാതക ശ്രമം ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്നുവെന്ന് ഒരുപാട് കുറ്റാരോപണങ്ങൾ ഈ ഒരു സംഭവത്തെ തുടർന്ന് പറയുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇതിന് പുറകിലുള്ള പല പല സത്യങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. പെൻസിൽവേനിയയിലെ ബട്ട്ലറിൽ ട്രംപിന്റെ ഒരു റാലി ഇന്നലെ നടക്കുകയായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ട്രംപ് സംസാരിക്കുമെന്ന് കരുതി ഒരുപാട് വ്യക്തികൾ ആ സ്ഥലത്ത് ഒത്തുകൂടി. അതനുസരിച്ച് ട്രംപും ആ പൊതുവേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. വൈകുന്നേരം ഒരു 6:15 പെട്ടെന്ന് ട്രംപിന് നേരെ വെടിയുതിർക്കൽ ശ്രമം നടന്നു. എല്ലാവരും ട്രംപ് സംസാരിക്കുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന സമയത്ത് ആദ്യം ഒരു ക്രാക്കിംഗ് സൗണ്ട്, ഒരു ബുള്ളറ്റ് ഷോട്ട് സൗണ്ട് ആ സ്ഥലത്ത് കേൾക്കുന്നു. ഇപ്പോൾ ട്രംപ് എന്ത് സംഭവിക്കുന്നു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിന് മുൻപ് തന്നെ വീണ്ടും വീണ്ടും വെടിയുതിർക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സ്വയം സംരക്ഷിക്കാനായി താഴെ കുനിയുന്നു. ആ വേദിയിൽ തന്നെ താഴെ കിടന്നു. അവിടെയുള്ള സീക്രട്ട് സർവീസ് ഏജൻസി പെട്ടെന്ന് തന്നെ എത്തുകയും അദ്ദേഹത്തെ ചുറ്റി വളഞ്ഞ് ഒരു സംരക്ഷണം കൊടുക്കുന്നു. ഇത് നടന്ന് അവസാനിച്ചൊരു കാര്യമാണ്. എന്നാൽ ഇതെങ്ങനെ ഉണ്ടായി? ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള ഒരുപാട് ചോദ്യം ലോകം മുഴുവനും ചോദിക്കാൻ തുടങ്ങി. അമേരിക്കയുടെ മുൻ പ്രസിഡന്റിന് പോലും ഒരു സംരക്ഷണം അമേരിക്കയുടെ ഇന്റലിജൻസിന് നൽകാൻ കഴിയുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് പ്രശ്നമാണുള്ളതെന്ന് ഒരുപാട് പേർ ഓൺലൈൻ വഴി ചോദിക്കാൻ തുടങ്ങി. ഈ സംഭവം നടന്ന് അവസാനിച്ചതിന് ശേഷം ആദ്യഘട്ട അന്വേഷണത്തിൽ, അതായത് ഈ ഒരു സംഭവം നടന്ന അടുത്ത ചില മിനിറ്റിൽ തന്നെ ഈ വെടിയുതിർത്ത വ്യക്തിയെ, ഈ ആക്രമണകാരി എന്ന് സംശയിക്കുന്ന ആ ഒരു വ്യക്തിയെ അമേരിക്കയുടെ സീക്രട്ട് സർവീസിലുള്ള സ്നൈപ്പേഴ്സ് വെടിവെച്ച് വീഴ്ത്തുന്നു. ആ ആക്രമണകാരിയുടെ പേര് 20 വയസ്സുള്ള തോമസ് മാത്യു ക്രോക്സ്. ഇയാൾ എന്തിനാണ് ഈ ഒരു ആക്രമണം നടത്തിയത്, എന്തുകൊണ്ട് ഈ ഒരു പദ്ധതി ഇട്ടു എന്ന് അമേരിക്കയുടെ സീക്രട്ട് സർവീസിൽ നിന്നും ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല. അമേരിക്കയും അവരുടെ ഇന്റലിജൻസ് ഏജൻസിയും ചേർന്ന് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ലോക്കൽ അതോറിറ്റിയുമായി ചേർന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ സംഭവം നടന്ന സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഈ ചിത്രം നിങ്ങളൊന്ന് നോക്കുക. ഇതിൽ ആ ഒരു ഷൂട്ടർ ഷൂട്ട് ചെയ്ത സ്ഥലത്തിനും ട്രംപ് നിന്ന പൊതുവേദിക്കും ഇടയിൽ എത്ര ദൂരമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 420 അടിയിൽ കൂടുതൽ ഉണ്ടാകും. 130 മീറ്ററോളം ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ദൂരം ഉണ്ടായതായി പറയുന്നു. എപ്പോഴും ഒരു മീറ്റിംഗ് നടക്കുന്നു. അതും അമേരിക്കയിലെ ഹൈ പ്രൊഫൈൽ കാൻഡിഡേറ്റ്സ്, വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലുള്ളവർ ഒരു സ്ഥലത്ത് ഒരു പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ അമേരിക്കയിലെ റൂൾസ് അനുസരിച്ച്, പ്രോട്ടോകോൾ അനുസരിച്ച് 300-400 മീറ്ററിനുള്ളിൽ ഏതൊരു ബിൽഡിംഗും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവിടെയുള്ള ബ്ലൈൻഡ് സ്പോട്ട് ക്ലിയർ ചെയ്യണം. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാറിൽ പോകുന്നു എന്ന് കരുതുക. സൈഡ് മിററിൽ നമുക്ക് അടുത്തേക്ക് വരുന്ന ഒരു വാഹനത്തെ ഒരു ആംഗിളിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ആ ഒരു സ്ഥലത്തെ നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയും. ഇങ്ങനെ ഉദാഹരണങ്ങൾ ഒരുപാട് പറയാം. ഇങ്ങനെയുള്ള ബ്ലൈൻഡ് സ്പോട്ടിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ഈ സ്ഥലത്ത് വെറും 100 മീറ്ററിനുള്ളിൽ തന്നെ ഒരുപാട് ബിൽഡിങ്സും മറ്റു സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തിന് എങ്ങനെ അപ്രൂവൽ കൊടുത്തു എന്നുള്ള വലിയൊരു ചോദ്യം ഉയർന്നു. ഈ ഒരു സ്ഥലത്തെ AGR ഇന്റർനാഷണൽ എന്ന് പറയും. ഈ ഒരു കമ്പനി കൂടുതലായും പ്ലാസ്റ്റിക്, മെറ്റൽ സംബന്ധിക്കുന്ന വസ്തുക്കൾ ഇവയ്ക്കെല്ലാം ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഈ കമ്പനിക്കും ട്രംപ് നിൽക്കുന്ന സ്ഥലത്തിനും 130 ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഈ ആക്രമണത്തിനായി അക്രമി ഉപയോഗിച്ചത് AR-15 എന്ന ഒരു റൈഫിൾ ആയിരുന്നു. ഇതുപയോഗിച്ച് 500 മീറ്റർ കഴിഞ്ഞുള്ള ഒരു ടാർഗറ്റ്സിനെ പോലും ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ US സീക്രട്ട് സർവീസിൽ നിന്നും പറഞ്ഞത് അവിടെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടായിരുന്നു. ഒരു ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പ് ഉണ്ടായിരുന്നു. റൂഫ് ടോപ്പിൽ ടെറസിലെ ഒരു ചരിവുള്ള പ്രദേശം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു ആക്രമണം നടന്നത്. അതാണ് ഇവിടെ വലിയൊരു പ്രശ്നമായി മാറിയത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ ശേഖരിക്കുകയാണെന്നും പറഞ്ഞു. പക്ഷേ അയാൾ ആ റൂഫ് ടോപ്പിൽ എത്തുന്നത് വരെയും എങ്ങനെ അയാളെ അലോ ചെയ്തു? ഈ AGRനും ഇയാൾക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? AGRൽ ഇയാൾ മുൻപ് വർക്ക് ചെയ്ത ആരെങ്കിലും ആണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് ആദ്യഘട്ടമായി നൽകി. പക്ഷേ ഈ ഒരു സംഭവം നടന്ന് അവസാനിച്ചതിന് ശേഷം അവിടെ കാണികളായി ഉണ്ടായിരുന്നവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവരും ചില ഫൂട്ടേജസ് പുറത്തുവിട്ടു. ആ ഒരു ഫൂട്ടേജിൽ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ആക്രമണകാരി ആ റൂഫ് ടോപ്പിൽ കയറുന്നതും അയാൾ ആ ഒരു പൊസിഷൻ എടുക്കുന്നതൊക്കെ കണ്ട അവിടെ ഉണ്ടായിരുന്ന ചില വ്യക്തികൾ നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ തൊട്ടടുത്തുണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സിനെയും അടുത്തുണ്ടായിരുന്ന സീക്രട്ട് സർവീസ് ഏജൻസിയെയും അലേർട്ട് ചെയ്യാനുള്ള പല ശ്രമങ്ങളിൽ അവർ ഏർപ്പെട്ടു. പക്ഷേ
അതെല്ലാം തോൽവിയിൽ അവസാനിച്ചു. ഏകദേശം അയാൾ 8 തവണ വെടിയുതിർത്തിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് സീക്രട്ട് സർവീസിന്റെ സ്നൈപ്പേഴ്സിനെ കൊണ്ട് അയാളെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചത്. തീർച്ചയായും അവിടെ ഒരുപാട് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല, തീർച്ചയായും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചക്കാർ നൽകിയ അറിയിപ്പ്, അവർ നൽകിയ അലേർട്ട് ഇവർ നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു അറ്റംപ്റ്റിനെ നടക്കാതെ തടയാമായിരുന്നു. ന്യൂയോർക്ക് ടൈംസിന്റെ ചില ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോയാണിത്. ഇത് കാണുമ്പോൾ മനസ്സിലാകും ആ ഒരു ബുള്ളറ്റ് ഏത് സൈഡിലൂടെ യാത്ര ചെയ്യുന്നു, എത്ര ക്ലോസ് ആയി പോകുന്നു എന്ന്. ഇപ്പൊ ഒരുപാട് പേർ ഇതിലൂടെ പറയുന്നത് ഇതൊരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആണ്, ഇത് അറിഞ്ഞുകൊണ്ട് ട്രംപ് ചെയ്തതാണ്, ഇലക്ഷനിൽ ജയിക്കാൻ ചെയ്ത ഒരു തന്ത്രമാണെന്ന്. പക്ഷെ നിങ്ങൾ ആ ഫോട്ടോസ് വീഡിയോസ് മുഴുവനും കാണുക. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടന്ന് അവസാനിച്ചു. അതിന് മുൻപ് വരെയും ഒന്ന് തിരിഞ്ഞു നിന്നാണ് ട്രംപ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അടുത്ത സെക്കൻഡ് ചെറുതായി ഒന്ന് ചരിയുന്ന ആ ഒരു സെക്കൻഡിലാണ് അദ്ദേഹത്തിന്റെ കാതിന്റെ സൈഡിലൂടെ ആ ഒരു ബുള്ളറ്റ് പോകുന്നത്, കാതിൽ കൊള്ളുകയും ചെയ്തു. ആ ഒരു സെക്കൻഡ് തിരിഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് ട്രംപ് മരിച്ചിട്ടുണ്ടാകും. ആ ബുള്ളറ്റ് നേരെ അദ്ദേഹത്തിന്റെ തലയ്ക്കുള്ളിലേക്ക് കയറിയിട്ടുണ്ടാകും. എന്നെ സംബന്ധിച്ച് ഇതൊരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആയിരിക്കേണ്ട സാധ്യത വളരെ വളരെ കുറവാണ്. അതിനുള്ള സാധ്യത ഇല്ല. കാരണം ഇത്രത്തോളം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ രക്ഷപ്പെടുന്ന രീതിയിൽ ആരും അവരുടെ ജീവൻ പണയം വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അങ്ങനെയാണെങ്കിലും ഈ കോർഡിനേഷൻ എല്ലാം ഒരേ സമയത്ത് നടക്കില്ല. ഇത് തീർച്ചയായും ആരോ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഇത് സംബന്ധിക്കുന്ന അന്വേഷണം അമേരിക്ക ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രശ്നം എവിടെയാണ് കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഫോർമർ പ്രസിഡന്റിന് പോലും നിങ്ങൾക്ക് സെക്യൂരിറ്റി നൽകാൻ കഴിയാതെ ഇത്രത്തോളം ഒരു സെക്യൂരിറ്റി ലാഗ് ഇവിടെ ഉണ്ടാക്കിയെന്ന് ട്രംപിന്റെ സപ്പോർട്ടേഴ്സ് ഇവിടെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്യന്തം ഞെട്ടിപ്പിക്കുന്നതും ഭയാനകവുമായ ഒരു സംഭവമായിരുന്നു ജനങ്ങൾക്കിടയിൽ ഇത്. 43 വർഷങ്ങൾക്ക് മുൻപ് 1981 ഒരു പ്രസിഡന്റിന് നേരെ വധശ്രമം ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുൻപ് റോണൾഡ് റേഗൻ എന്നയാൾക്ക് നേരെ ജോൺ ഹിംഗ്ലി ജൂനിയർ എന്ന ഒരു മാനസിക രോഗി നിറയൊഴിച്ചു. എന്നാൽ അന്ന് റോണൾഡ് റേഗി രക്ഷപ്പെട്ടു. ഇന്ന് സീക്രട്ട് സർവീസിന്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ ഡൊണാൾഡ് ട്രംപ് രക്ഷപ്പെട്ടു. ഇപ്പോഴും പഴയ രീതിയിൽ ഒരു ബിൽഡിംഗിന്റെ റൂഫ് ടോപ്പിൽ നിന്ന് ഒരു അക്രമകാരി വെടിയുതിർത്തു എന്ന് പറയുമ്പോൾ സുരക്ഷ എന്ന വാക്കാണ് എല്ലാവർക്കും ഉയർന്നു വരുന്ന ഒരു കാര്യം. ഇതാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം മുൻ പ്രസിഡന്റ് സംസാരിക്കുന്ന എല്ലാ വേദികളിലും ഏകദേശം ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലും ബിൽഡിങ്ങിന് മുകളിലും സ്നൈപ്പേഴ്സ് വന്ന് പരിശോധിക്കും. അതിനാൽ തന്നെ ഇവിടെ സുരക്ഷാ പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമാണ് വരാനിരിക്കുന്ന വിവരങ്ങൾ. സാധാരണ ഈ സീക്രട്ട് സർവീസ് എന്നത് തറവ് ചെക്കപ്പ് നടത്തിയാൽ മാത്രമേ ആ വേദിക്ക് ഒരു ഗ്രീൻ ലൈറ്റ് തന്നെ നൽകാറുള്ളൂ. അപ്പോ എങ്ങനെ ഈ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരു അക്രമിക്ക് തോക്കുമായി മുകളിൽ കയറാൻ സാധിച്ചു? ആ ബിൽഡിങ്ങിന് താഴെ നിന്ന് മുകളിൽ എത്തുന്നത് വരെ അവിടെ ആരും കണ്ടില്ലേ? ഇതൊക്കെ വലിയൊരു ചോദ്യമാണ്. ഇനി ഇത് ട്രംപ് തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കാം എന്ന് പറയുന്നതിനും പല കാരണങ്ങളുണ്ട്. 1980-കളിൽ ഇതുപോലൊരു സംഭവം നടന്നപ്പോൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിയോഡോർ റൂസ്വെൽറ്റ് ആണ്. ഇതുപോലൊരു ഷൂട്ടിംഗ് അറ്റംപ്റ്റ് അദ്ദേഹത്തിന് നേരെ നടന്നതിനു ശേഷം ഒരു വലിയ വിജയമായിരുന്നു സംഭവിച്ചത്. അമേരിക്കൻ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വിജയത്തിന് ആരും സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്ന രീതിയിൽ വലിയൊരു വിജയം അദ്ദേഹത്തിന് ലഭിച്ചു. വീണ്ടും ചരിത്രം ആവർത്തിക്കുന്ന രീതിയിൽ അതുപോലൊരു സംഭവം നടന്നു. അതിനാൽ ട്രംപിനും ഇവിടെ അമേരിക്കൻ ചരിത്രത്തിൽ മറ്റൊരു വിജയം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നും ചില ഊഹാപോഹങ്ങൾ പടരുന്നുണ്ട്. ലോകനാടുകളിൽ ഒരുപാട് പേർ ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞത്, ഞാൻ ട്രംപിനെ വിളിച്ച് സംസാരിച്ചു, രാഷ്ട്രീയ ആക്രമണത്തിന് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല, ഇതിന് പുറകിൽ ആരായിരുന്നാലും കടുത്ത ഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരുമെന്നും ജോ ബൈഡൻ പറഞ്ഞു. അമേരിക്കയിൽ ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നതൊക്കെ വലിയ കാര്യമല്ല എന്ന് പറയാം. കാരണം ഈ ലോകത്തിൽ മൊത്തം ഒരു ദിവസം 10 ഷൂട്ടിംഗ് നടന്നുവെങ്കിൽ അതിൽ ഒരു 8 എണ്ണം അമേരിക്കയിലായിരിക്കും. കാരണം ഈ ഗൺ കൾച്ചർ എന്നത് അമേരിക്കയിൽ വളരെ സാധാരണമായി മാറിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഗൺ റൈഫിൾ വാങ്ങാമെന്നൊരവസ്ഥയിലാണ് അമേരിക്ക. ലൈസൻസ് ഇല്ലാതെ ഒരുപാട് പേർ അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു മുൻ പ്രസിഡന്റിന് നേരെ നടന്നു എന്നുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം. ലോക നേതാക്കൾ പലരും ഇതിനെതിരെ സ്വരമുയർത്താൻ തുടങ്ങി. പൊളിറ്റിക്കൽ വയലൻസ് എവിടെ നടന്നാലും അത് വേരോടുകൂടി പിഴുതെറിയുമെന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. തീർച്ചയായും ഒരു നൂലിഴയിൽ അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയാം. കാതിലുണ്ടായ ചെറിയൊരു മുറിവല്ലാതെ മറ്റു യാതൊരുവിധ പ്രശ്നവുമില്ല. ഡൊണാൾഡ് ട്രംപും യുഎസിന്റെ സീക്രട്ട് സർവീസിന് നന്ദി പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. നിങ്ങളുടെ സംരക്ഷണം, ഈ ഒരു സംഭവം നടന്നതിന് ശേഷം എനിക്ക് നിങ്ങൾ നൽകിയ സംരക്ഷണം, എന്നെ നിങ്ങൾ ശ്രദ്ധിച്ച ആ ഒരു രീതി, എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞു. കൂടാതെ ഈ സംഭവത്തിൽ 2 പേർ മരിച്ചു. ഈ ഒരു അസാസിനേഷൻ ചെയ്ത ആ ഒരു വ്യക്തി, മറ്റൊരു കാണിയും ഈ ഒരു സംഭവത്തിൽ മരിച്ചു. കൂടാതെ 2 കാണികൾക്ക് വളരെ മാരകമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ സീരിയസ് കണ്ടീഷനിലാണെന്നും ആദ്യഘട്ട റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ട്രംപിന്റെ സപ്പോർട്ടേഴ്സ് ഒരുപാട് പേർ ഫണ്ട് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ആശുപത്രിയിലായിരിക്കുന്നവരുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും അവരുടെ ചികിത്സയ്ക്കും വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വരെയും $1.5 മില്യൺ കൂടുതൽ ഫണ്ട് റേസിംഗ് നടന്നിട്ടുണ്ട്. അമേരിക്ക മാത്രമല്ല ലോകം മുഴുവനും ഒരു വലിയ ഭയമുണ്ടാക്കിയ സംഭവമായി ഇത് മാറിയിട്ടുണ്ട്.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിങ്കളാഴ്ച മുതൽ റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷൻ മിൽവോക്കിയിൽ തുടങ്ങാനിരിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ട്രംപിനെ ഔദ്യോഗികമായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. അതിനു മുൻപാണ് ഈ ഒരു വധശ്രമം ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വധശ്രമം അമേരിക്കൻ രാഷ്ട്രീയ രംഗത്തെ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ തന്നെ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഹിസ്റ്ററി വിൽ റിപ്പീറ്റ്, ചരിത്രം വീണ്ടും അതുപോലെ ആവർത്തിക്കും. ഇതിനു മുൻപ് ഇതുപോലൊരു സംഭവം നടന്നപ്പോൾ ചരിത്രം അതുവരെ കാണാത്തൊരു വിജയം അദ്ദേഹത്തിന് ലഭിച്ചു. വീണ്ടും ട്രംപ് അതുപോലെ ജയിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ ഒരു സംഭവത്തിന് പിന്നിൽ ട്രംപ് തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചതായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.